വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൊരു വീട് കൂടെയാണ്. ഈ വീടിൻ്റെ A to Z വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ലാൻഡ്സ്കേപ്പ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ച വീടാണിത്. ഇലകളും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ ഈ വീടിന് വരുന്നുണ്ട്. ഈ കാണുന്നത് മുഴുവൻ നാച്ചുറൽ ഗ്രാസ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വാക്ക്വേ നൽകിയിട്ടുണ്ട്. അതിൽ നൽകിയിരിക്കുന്നതും നാച്ചുറൽ സ്റ്റോൺ ആണ്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ കറക്റ്റ് മുറ്റത്താണെന്ന് പറയാം. വലതു ഭാഗത്താണ് കാർ പോർച്ച് ഏരിയ നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ച് ആണ്. ഒരേ സമയത്ത് 2 കാറുകൾക്ക് നിർത്താനുള്ള ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 2 ഭാഗത്തും ഇതേപോലെ GI ഗ്രിൽസ് പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ട് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ലോൺ ഏരിയ നൽകിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ്. മുറ്റത്ത് വലിയൊരു ഏരിയ ലോൺ ഏരിയ ആയിട്ട് പച്ച പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആംബിയൻസ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈൽ വീടിന് വേണ്ട എല്ലാ എലമെൻറ്റുകളും ഈ വീടിൻ്റെ എലവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. വേർട്ടിക്കൽ പർഗോള പാറ്റേൺസുകൾ നമുക്ക് എലവേഷനിൽ കാണാം. ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ആണ് ഇവിടെ ഓപ്പൺ ബാൽക്കണിക്കൊക്കെ നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ പെയിൻറ്റിങ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റസ്റ്റിക് സിമെൻറ്റ് ടെക്സ്ചർ ഫിനിഷാണ് വീടിന് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് സിറ്റ് ഔട്ടിലേക്ക് കയറാനുള്ള വാക്ക്വേ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ 2 ഭാഗവും ഇതേപോലെ നീളം കൂടിയിട്ടുള്ള 2 പില്ലേഴ്സാണ് നൽകിയിരിക്കുന്നത്. പുറത്ത് നമ്മൾ കണ്ടതിനേക്കാളും കിഡിലൻ വിഷ്വൽസ് ആണ് വീടിൻ്റെ അകത്ത് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. മോഡേൺ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഇതിന് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ടീമിനെ നമ്മളൊന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. വാബി സാബി ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വീട്ടിലെ ഇൻറ്റീരിയർ വർക്ക്സുകൾ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ ആണെങ്കിലും അതിൻ്റെ ഫിനിഷിംഗ് വർക്ക്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി വാബി സാബിയുടെ പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു L ഷേപ്പിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ തന്നെ ചെറിയൊരു പോർഷൻ ഇതേപോലെ ഒരു പ്ലാന്റർ ബോക്സ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് നാച്ചുറൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു ഷൂറാക്ക് സ്പേസ് നൽകിയിരിക്കുന്നു. നമുക്കിതിൻ്റെ മുകളിൽ ഇരിക്കാനും സാധിക്കും. മുഴുവനായിട്ട് പാനലിങ് ചെയ്തിരിക്കുന്നു. വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഷട്ടേഴ്സ് എല്ലാം ഗ്രൂപ്പ് പാറ്റേൺസ് നൽകിയിരിക്കുകയാണ്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്ന വാള് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വാളാണ്. അതിൽ തന്നെ ഗോൾഡൻ ഫിനിഷിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു സ്ലൈഡിംഗ് ഡോറാണ് എന്ന് പറയാൻ സാധിക്കും. ഈ ഡോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നമുക്ക് ട്രാക്കൊന്നും കാണാൻ സാധിക്കില്ല. ടോപ്പിൽ ഹാങ് ചെയ്തിട്ട് റോൾ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഹൗസ് ഓണറുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് കസിൻ ഗ്യാങ് ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്പേസിൽ കൊണ്ടുവന്നിട്ടാണ് എല്ലാവരും ഇരിക്കുക. എത്ര ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് നോക്കൂ. വലിയൊരു മജ്ലിസ് കൺസെപ്റ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈവനിങ് ടൈം ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ടൈം ആണെങ്കിൽ ഫാമിലി ടൈം ആണെങ്കിൽ അത്യാവശ്യം മക്കൾക്കൊക്കെ കളിക്കാനുള്ളൊരു സ്പേസ് പോലും ഇതിനകത്ത് കിട്ടുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മജ്ലിസ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്പേസ് വരുന്നത് എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതാണ്. വാളിൽ നൽകിയിരിക്കുന്നതൊക്കെ വെയിൻസ്കോട്ട് ക്ലാസിക് മോൾഡിങ്സ് ആണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡ് കിട്ടുന്ന രീതിയിലുള്ള ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് വാളിൽ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ലൈറ്റിംഗ് എഫക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു ലക്ഷറി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാണുന്ന സോഫകളൊക്കെ നോക്കൂ നിങ്ങൾ. വളരെ ലോ ഹൈറ്റ് ആയിട്ടുള്ള സോഫകളാണ് ചെയ്തിരിക്കുന്നത്. വാബി സാബിയുടെ പ്രൊഡക്ഷനിൽ തന്നെ ചെയ്തിരിക്കുന്ന കസ്റ്റമൈസ്ഡ് സോഫകളാണ് ഈ നൽകിയിരിക്കുന്നത് മുഴുവൻ. അതിൽ നല്ല ഭംഗിയുള്ള ഒരു ലക്ഷറി കളർ കോമ്പിനേഷനാണ് പില്ലോസിനൊക്കെ നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് ജിപ്സം സീലിങ്ങിൻ്റെ കൂടെ ബ്ലാക്ക് കളറിൽ അക്രലിക് പാനലിംഗ് കൂടെ നൽകിയ സമയത്ത് നല്ലൊരു ലക്ഷറി ഗ്ലോസി എഫക്റ്റ് സീലിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. വീടിനകത്തേക്ക് നമ്മൾ ഇനിയും കയറിയിട്ടില്ല. ഈ ഒരു ഭാഗത്ത് വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. SPC ഫ്ലോറിംഗ് എന്നാണ് ഇതിനെ പറയുക. SPC ഫ്ലോറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 ടൈപ്പ് ഓഫ് വുഡൻ ഫ്ലോറിംഗ് ആണ്. സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരിക. നമുക്കൊരു വുഡനിൽ നടക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു ഫ്ലോറിംഗ് സ്പേസിൽ നടക്കുന്ന സമയത്തും കാലിന് അനുഭവപ്പെടുക. ആൻഡ് കമ്മിങ് ടു ദ ഫ്രണ്ട് ഡോർ. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത് ഒരു മോഡേൺ സ്റ്റൈലാണ്. ഗ്രൂപ്പ് പാറ്റേൺ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വരുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോമ്പിനേഷൻ ആയിട്ട് നൽകിക്കൊണ്ടാണ് ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡോറിൻ്റെ വീതി നോക്കും നിങ്ങൾ. ഏതാണ്ട് 1.2 മീറ്റർ വിടുത്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു ഡോറിന് വീതി നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ അത്യാവശ്യം എല്ലാ ഏരിയാസിലും സെക്യൂരിറ്റി ക്യാമറാസും അതേപോലെ ഡിജിറ്റൽ ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ലോക്സ് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ നിന്നും ഈ ഹൗസ് ഓണർക്ക് അവരുടെ വർക്ക് സ്പേസിനകത്തുനിന്ന് വീട് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലും ഹൗസ് ഓണർ വർക്ക് സ്പേസിൽ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നേരെ നമുക്ക് വീടിനകത്തേക്ക് നമുക്ക് കയറി നോക്കാം. സോ വീടിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകളൊക്കെ ഒന്ന് കാണാം. അതിനു മുമ്പ് ഈ വീട്ടിലെ ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന കമ്പനിയും അതിൻ്റെ ചീഫിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളോടൊപ്പം ഉണ്ട് ഷിയാസ് ഖാ. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. ഇത് ഷിയാസ് മുഹമ്മദ്, വാബി സാബി ഇന്റീരിയേഴ്സിന്റെ ഡയറക്ടറാണ് അല്ലേ? നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ കമ്പനിയുടെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തു. നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിന് അടുത്ത് വെള്ളാർക്കാടാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. ഫാക്ടറി നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങും എക്സിക്യൂഷനുള്ള ഫാക്ടറിയാണ് ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ഫാക്ടറിക്കകത്ത് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യും, അതിന്റെ എക്സിക്യൂഷൻ ചെയ്യും, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ഫിനിഷിംഗ് വർക്ക്സ് വരെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ചെയ്യും. പിന്നെ കസ്റ്റമൈസ്ഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാം കസ്റ്റമൈസ്ഡ്, 100% കസ്റ്റമൈസേഷൻ ആണ് നമ്മുടെ പ്രത്യേകത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് നമുക്ക് ചോദിച്ചിട്ട് തുടങ്ങാം അല്ലേ? എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ അടുത്തേക്ക് വരുന്നത്? ഇതിൻ്റെ ക്ലയൻറ്റ് മൂസിൻ, അവരുടെ ഒരു കസിൻ ഉമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മളൊരു പ്രൊജക്റ്റ് കണ്ടിട്ട് എനമാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കണ്ടിട്ടാണ് അവർ ഇതിലോട്ട് വരുന്നത്. നമ്മൾ വരുമ്പോൾ ഇതിൽ ഒരു ഘട്ടം കഴിഞ്ഞിരുന്നു, അതായത് സീലിങ്ങിൻ്റെ കുറച്ച് വർക്കുകൾ കഴിഞ്ഞിരുന്നു. പിന്നീട് ഇന്റീരിയർ നമ്മൾ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഫുൾ ഫ്രീഡം കിട്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് നമുക്ക് ഈ പ്രൊജക്റ്റ്. അപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സജഷൻസും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സജഷൻസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നു. എന്തായിരുന്നോ നമ്മുടെ 3D അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ 3D ഇമേജസ് ഒക്കെ നമുക്ക് ഇവരുടെ സോഷ്യൽ മീഡിയാസിൽ കാണാം കേട്ടോ. എന്നെ കൃത്യമായിട്ട് അവർ കാണിച്ചു വന്നിരുന്നു. ആ ഒരു 3D ഇമേജ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. നമ്മൾ മാത്രം നമ്മുടെ അതിന് പറ്റിയിട്ടുള്ള ഒരു ടീം നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ എസ്പെഷ്യലി എല്ലാം ഒരു 90% വർക്ക് നമ്മൾ ഫാക്ടറിയിലാണ്. അപ്പോൾ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റിൽ കൊണ്ട് അവിടെ പ്രൊഡക്ഷനിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കോൺഫിഡൻറ്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടീം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റീരിയർ ഫീൽഡിൽ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ? നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തോളമായി നമ്മുടെ ഈ അതെ. അപ്പോൾ അത്രയധികം പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ഒരു വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരോട് സംസാരിക്കാനുണ്ട്. ശരിക്കും നിങ്ങളുടെ ഈ ഇന്റീരിയർ ഫാക്ടറി ഒക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്? തീർച്ചയായിട്ടും. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. നമുക്കൊന്ന് പോവാം. അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ കൃത്യമായിട്ട് ഇവരുടെ ബാക്ക് എൻഡിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്, ഇവരുടെ ഔട്ട്പുട്ട് ഞാൻ ആദ്യം നിങ്ങളൊന്ന് കാണിക്കാം. എന്നിട്ട് നിങ്ങളുടെ ബാക്ക് എൻഡിൽ എന്താണ് ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടുന്ന എഫേർട്ട് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓഡിയൻസിനെ നമുക്ക് കാണിച്ചു പോവാം. അതിനു മുമ്പ് അവരിവിടെ ചെയ്തിരിക്കുന്ന വർക്കുകൾ 1 by 1 ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഞാനൊന്ന് കാണിച്ചു. സോ നൗ വി ആർ ഇൻ ഫോയർ സ്പേസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഫോയർ സ്പേസിലാണ്. ഇവിടെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കൺസോൾ യൂണിറ്റ്, നല്ല രസകരമായിട്ടുള്ള ഒരു കൺസോൾ യൂണിറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള ഡെക്കോർ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ മുമ്പിൽ ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർ എൻട്രൻസിൻ്റെ ഭാഗം ഓപ്പൺ ഡോർ ആയിട്ട് നൽകിയിരിക്കുന്നു. അതിൽ ഇങ്ങനെ വെനീർ ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈസ് പറയുകയാണെങ്കിൽ ഒരു 12 feet by 14 feet ആണ് ഇവിടുത്തെ സൈസ് വരുന്നത്. അതിനകത്തൊരു സോഫ സീറ്റർ നൽകിയിരിക്കുന്നത്, ഒരു ലോഞ്ചർ ടൈപ്പ് സോഫയാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം സൈസിനനുസരിച്ചിട്ടാണ് സോഫ ഡിസൈൻ ചെയ്യുന്നത്. 3Dയിൽ നമ്മൾ ആദ്യം ഈ ഒരു 3D ഡിസൈൻ ആനുപാതികമായിട്ടുള്ള ഒരു ഡിസൈന് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് സോഫ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഫ്രഷ് ആയിട്ട് സോഫ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുപോയിട്ട് അത് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് ഈ ഒരു സ്പേസിൽ കറക്റ്റായിട്ട് അത് ഒതുങ്ങി നിൽക്കുന്നതെന്ന് പറയാം. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഡോർസൊക്കെ വലിയ ഡോർസാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല ഇതുപോലെ ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് അധിക ഏരിയാസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ലിവിങ് സ്പേസിൻ്റെ സീലിംഗ് ആണ് കാണുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ്. അതിൽ തന്നെ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റാണ്. ഒരു മോഡേൺ, ഒരു മിനിമൽ സ്റ്റൈലിൽ വരുന്ന ഒരു ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. നേരെ ഈ വാളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാള് മുഴുവനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ പോർഷനിൽ ഇതേ രീതിയിൽ അക്രിലിക് പാനലിംഗ് നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും ഗ്ലാസ് നൽകിയിരിക്കുന്നു. ഒരു ബ്രോൺസ് ഫിനിഷിൽ വരുന്ന ഗ്ലാസ് ആണ് ഈ ഒരു ഭാഗത്ത്. ഒരു മിറർ ഫിനിഷ് ആണ് ഇതിന് വരുന്നത്. റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. ഈ ഒരു ഭാഗം 2 സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ടെക്സ്ചർ പെയിന്റിങ് നൽകിയിരിക്കുന്നു. അതിൽ ഗ്രിഡ് പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്.
TV യൂണിറ്റ് ആണ് ഈ ഒരു വാളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ TV വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ലെങ്തി ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫോമൽ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു പാസീവ് സ്പേസിലേക്കാണ്. എൻ്റെ ഇടത് ഭാഗത്താണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോഫയുടെ ഡിസൈൻ നോക്ക് നിങ്ങൾ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യിക്കുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഏത് ഡിസൈൻ നൽകണം, ഏത് സ്റ്റൈൽ നൽകണം, ഏത് കളേഴ്സ് നൽകണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. വൺസ് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതേ സംഭവം തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ 3D ചെയ്ത അതേ സിമിലർ ആയിട്ടുള്ള ഡിസൈനും കൺസെപ്റ്റിലും തന്നെ നമുക്ക് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വാബി സാബിയുടെ സക്സസ് എന്ന് പറയുന്നത്. 3Dയിൽ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ ഒരു ആം ചെയർ, ഇതേപോലെ കേർവ്ഡ് ആയിട്ട് വരുന്ന ഒരു സോഫ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു സെൻറ്റർ ടേബിൾ നൽകിയിട്ടുണ്ട്. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. സൈസ് പറയുകയാണെങ്കിൽ 13 അടിയാണ് ഇവിടെ ലെങ്ത് വരുന്നത്, 12 അടിയാണ് വീതി വരുന്നത്. 8 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവൻ പ്ലേറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇപ്പോൾ അത് വെച്ചിരിക്കുന്നത്. നടുവിൽ ഇതേപോലെ ഒരു ഫ്ലവർ വേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്പേസ് ഒരു മീഡിയം സൈസാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും നമുക്കത് വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീലിംഗിലേക്ക് നോക്കൂ നിങ്ങൾ, ഗ്ലാസ് റൂഫിംഗ് പോലും സീലിംഗിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആ ഒരു ഗ്ലാസ്സിനകത്തൂടെ നിങ്ങൾ സീ ത്രൂ ആയിട്ട് കാണുന്നത് അതിൻ്റെ ഒറിജിനൽ സ്കൈയുടെ ടെക്സ്ചറാണ്. ആ ബ്ലൂ കളറിൽ സ്കൈ നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഇരുന്നാൽ കാണാൻ പറ്റുന്നുള്ളതാണ്. സീലിങ്ങിനകത്തു നിന്നും ഒരു ഹാങ്ങിങ് ലൈറ്റ് താഴോട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫുള്ളായിട്ട് ഈ ഒരു വാളിൽ കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരു മോഡേൺ ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ലക്ഷറി ഫിനിഷ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ പാനലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വാൾ പിക്ചർ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. അതിനകത്തേക്ക് ഒരു ലൈറ്റ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കൺസോൾ യൂണിറ്റ് വരുന്നു. ഇതിൻ്റെ ഈ ഭാഗത്തും ഒരു ലൂവർ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. മുകളിലൊരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും ആ ക്രോക്കറി ഷെൽഫിനകത്താണെങ്കിലും നല്ല രീതിയിൽ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുകയാണ്. നേരെ നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പാസീവ് സ്പേസ് ഇങ്ങനെ നേരെ നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു വാളാണിത്. അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. WPC ലൂവേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ വെയിൻസ്കൗട്ട് മോൾഡിങ്സ് ആണ്. അതിൽ PU പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ വാഷ്റൂം നമുക്ക് കാണണ്ടേ. ഡൈനിങ് സ്പേസും വാഷ്റൂമും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാള് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന വാളിൽ മുഴുവനായിട്ട് കോഡ്സ് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പും ഇതിൻ്റെ ബാക്ക് വാളും മുഴുവനായിട്ട് കോഡ്സിലാണ് ചെയ്തിട്ടുള്ളത്. കോളറിൻ്റെ ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബാക്ക് ലൈറ്റ് വരുന്ന ഒരു മിറർ ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഡെക്കോർ ഐറ്റംസ് ആണെങ്കിൽ പോലും വളരെ ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. വാനിറ്റി കൗണ്ടറിൻ്റെ ഷട്ടേഴ്സൊക്കെ ഇതേപോലെ ലൂവർ പാറ്റേൺ കൊടുത്തുകൊണ്ട് ആ ഒരു സിമിലാരിറ്റി ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. 3 അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളാണ്. ഓരോന്നും ഓരോ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തീം വൈസ് നോക്കുമ്പം സിമിലാരിറ്റീസ് എല്ലാത്തിലും നമുക്ക് കാണാനും സാധിക്കും. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു മീഡിയം സൈസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 390x360 ആണ് ഈ ഒരു ബെഡ്റൂമിന് സ്പേസ് നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ട് നൽകിയിരിക്കുന്നു. അതിലൊരു ബെഡും നല്ല രസമുള്ള ബെഡിങ് സെറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡിലേക്ക് നോക്കൂ നിങ്ങൾ, അപ്ഹോൾസ്റ്ററി ചെയ്തിട്ടുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു ഹെഡ് ബോർഡാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ചാർക്കോൾ പാനൽ യൂസ് ചെയ്തിട്ടാണ്. ഇതേപോലെ നല്ലൊരു വാൾ ആർട്ട് വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഫുള്ളായിട്ട് കേർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ലെയർ ആണ് കേർട്ടൻ നൽകിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഷിയർ ക്ലോത്ത് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ക്ലോത്ത് എന്ന് വിളിക്കും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു കൺസോൾ യൂണിറ്റ് നൽകിയിരിക്കുകയാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ബാക്കിൽ ഈ ഒരു ലൂവർ പാറ്റേൺ നൽകിയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരുപാട് പാറ്റേണുകൾ വീടിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വാള് മുഴുവനായിട്ട് വുഡൻ പാനലിങ് ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ഗ്രിഡായിട്ട് ഗോൾഡൻ ബീഡിങ് കൂടെ നൽകിയിട്ടുണ്ട്.
ഇനി ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്ന വാർഡ്രോബ് സ്പേസ് നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ എന്നാൽ വേറൊരു സ്പേസിലേക്ക് മാറ്റിയിട്ടാണ് വാർഡ്രോബുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 4 ഡോറ് വരുന്ന വാർഡ്രോബാണ്. അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഷട്ടേഴ്സിന് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു. നല്ലൊരു മോഡേൺ ഫീലാണ് ഈ ഒരു വാർഡ്രോബിന് ലഭിക്കുന്നത്. എൻ്റെ നേരെ ബാക്കിൽ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് വാളായിട്ട് ലൂവേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്രേ ടെക്സ്ചറാണ് ടോയ്ലറ്റിൻ്റെ വാളിനും ഫ്ലോറിനും ഒക്കെ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നു. ഗ്ലോസി ഫിനിഷാണ് വാളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഗ്ലാസ് സെപ്പറേഷൻ ഉപയോഗിച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കവർ ചെയ്യുന്ന വീടുകളെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള യുണീക്ക് ഡിസൈൻസ് ഈ വീട്ടിൽ കാണാം കേട്ടോ. ഉദാഹരണത്തിന് ഈ ഒരു സൈഡ് ടേബിളൊക്കെ നോക്കും നിങ്ങൾ. സാധാരണ ഇങ്ങനെ ഒരു റെക്സിൻ കവേർഡ് ആയിട്ട് വന്ന് പിന്നെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വരുന്ന ഡ്രോവർ വരുന്നു, ഓപ്പൺ വരുന്നു. അങ്ങനെ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് അടങ്ങിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് വാബിയിൽ നിങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു സ്പേസ് ആണ് സ്റ്റെയർ കേസിന് വേണ്ടി നൽകിയിരിക്കുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ ആണ്. മാത്രമല്ല ഈ ഒരു ഏരിയ മുഴുവൻ ഡബിൾ ഹൈറ്റ് ആയിട്ട് വലിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ഗ്ലാസ് റൂഫിംഗ് ആട്ടോ നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ വീടിനകത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാനിങ് നടത്തിയിട്ടുള്ളത്. ഇതൊരു വുഡൻ ഫ്ലോറിംഗ് ഏരിയ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. SBC സ്റ്റോൺ പോളിമർ കോമ്പോസ്റ്റ് തന്നെയാണ് ഇവിടെയും വുഡൻ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. ഇത്തരം ഫ്ലോറിങ്ങുകൾ നമുക്ക് ധൈര്യമായിട്ട് വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും വാഷ് ചെയ്യാനും വൈപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ വളരെ ഹാർഡായിട്ടുള്ള വാട്ടറിൻ്റെ യൂസേജ് ഇതിൽ അത്ര അലൗഡ് അല്ല എന്നുള്ളതാണ്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു TV യൂണിറ്റും അതിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഒരു റഫ് ഫിനിഷ്, ഒരു റസ്റ്റിക് ഫിനിഷും അതേപോലെ ഒരു ഗ്ലാസ് ഫിനിഷും കൂടെ കോമ്പിനേഷനായിട്ട് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. CCTV യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ സിമിലർ സൈസാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. 13 അടി, അതായത് 390 ഇവിടെ ലെങ്ത് വരുന്നത്, 360 വിഡ്ത്ത് വരുന്നത്. അതിൽ കിങ് സൈസിൽ വരുന്നൊരു കോട്ട് വരുന്നു. അതിൻ്റെ ഹെഡ് ബോർഡ് ഒരു മാസീവായിട്ടുള്ള കുഷൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് വാളിലേക്ക് വരുന്ന സമയത്ത് ലാമിനേറ്റിൽ ഗ്രൂസ് നൽകിയിട്ട് ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു ബാക്ക് വാൾ നൽകിയിരിക്കുന്നു. 2 സൈഡ് ടേബിൾസ് നൽകിയിട്ടുണ്ട്. സിമിലർ ആയിട്ട് ബാക്ക് വാളിൻ്റെ സെയിം ലാമിനേറ്റ്സ് ഉപയോഗിച്ച് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ആ ഒരു സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൽ കാണുന്ന ഇത്തരത്തിലുള്ള ചെറിയ സിറ്റിംഗ് ഏരിയാസിനെയാണ് നമ്മൾ ഓട്ടോമൻ ബെഞ്ച് എന്ന് വിളിക്കുക. ആ ഒരു ബെഡ്റൂമിൻ്റെ ആംബിയൻസിനാണെങ്കിലും ശരി, നമുക്കിങ്ങനെ വന്നിരിക്കാനുള്ള ആ ഒരു പേർപ്പസിനാണെങ്കിലും മൾട്ടി പേർപ്പസ് ആയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാളിൽ മുഴുവനായിട്ട് കേർട്ടൻസ് നൽകിയിരിക്കുന്നു. സിമിലർ പാറ്റേൺ ആണ് കേർട്ടൻ നൽകിയിരിക്കുന്നത്. സീലിംഗിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ജിപ്സം സീലിംഗ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് നൽകിയിട്ടാണ് ഫസ്റ്റ് ഷട്ടർ നൽകിയിരിക്കുന്നത്. ബാക്കിയൊക്കെ ലാമിനേറ്റ്സ് നൽകിയിരിക്കുന്നു. എൻ്റെ നേരെ ബാക്ക് സൈഡിൽ WPC ലൂവേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. മിററിൻ്റെ ബാക്കിൽ ബാക്ക് ലൈറ്റും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ബീച്ച് തീമാണ് ഈ ഒരു ടോയ്ലറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. വാളിൽ ഗ്ലോസി ഫിനിഷ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പരസ്പരം ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമാണ്. അതിവിടെ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് വാഷ് ബേസ് ഏരിയയോട് ചേർന്നിട്ട് ഈ ഒരു ഡോറിന് ശേഷമാണ് ആ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈസ് വരികയാണെങ്കിൽ 12x13 സൈസ് തന്നെയാണ്. 360 390 ബെഡ്റൂം സൈസ് നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതേപോലെ കുഷൻ കവേർഡ് ആയിട്ട് വരുന്ന ഒരു ഹെഡ് ബോർഡ്, അപ്ഹോൾസ്റ്ററി ചെയ്തിരിക്കുന്ന ഒരു ബാക്ക് വാള്, 2 ഭാഗത്തും ഇതേപോലെ ചാർക്കോൾ പാനലിങ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഭാഗം പാനലിങ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ സീലിംഗിൻ്റെ ഡിസൈൻ ജിപ്സത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അതുകൊണ്ട് ഈ 2 വാളിലും ഇതേപോലെ കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, അവിടെ ഫ്രണ്ടിലേക്ക് ഒരു വിൻഡോ വരുന്നുണ്ട്. ആ 2 ഭാഗത്തും ഫുള്ളായിട്ട് കേർട്ടൻസ് നൽകിയിരിക്കുന്നു. ഈ ഒരു സ്പേസ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബ് സ്പേസ് ആണിത്. ഇതേപോലെ സ്ലൈഡിംഗ് ഡോർസ് ആണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ചാർക്കോൾ പാനൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ആ ഒരു ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ഉപയോഗിച്ച സെയിം ചാർക്കോൾ പാറ്റേൺ, ആ ഒരു സിമിലാരിറ്റി ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ചാർക്കോൾ പാനൽ യൂസ് ചെയ്തിരിക്കുന്നു. ബാക്ക് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം കാണാം.
എൻ്റെ ഇടത് ഭാഗത്താണ് കിച്ചൺ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു പാസീവ് സ്പേസിൽ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചെറിയൊരു ഏരിയ ആണ്. ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ടേബിൾ സ്പേസോ ഇവിടെ നൽകിയിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ള ടേബിളാണ്, എന്നാൽ തന്നെ ആ എഡ്ജുകളൊക്കെ കറക്റ്റ് കേർവ്ഡ് ഷേപ്പിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലെ വേർട്ടിക്കൽ നൽകിയിരിക്കുന്നു. അതിൽ ഷെൽഫുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷ്, വുഡൻ ഫിനിഷ്, സിമെന്റ് ടെക്സ്ചർ ഫിനിഷ്, അങ്ങനെ ഒരു മോഡേൺ സ്റ്റൈലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പ്രയർ റൂം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നിസ്കാരമുറി എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഒരു ഭാഗത്ത് അതിന് വേണ്ട സൗകര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യം കാണാം. സാധാരണ ഒരു വീട്ടിലെ കിച്ചണിൽ കാണാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഈ വീട്ടിലെ കിച്ചണിൽ കാണാൻ സാധിക്കും. അതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്പേസിൽ നിന്ന് നേരെ മുകളിലോട്ട് നോക്കിയാലാണ് നമുക്കത് ഫീൽ ചെയ്യുക. ഇവിടെ ഓപ്പൺ സീലിംഗ് ആണ്, അതായത് നേരെ നമ്മുടെ നേച്ചറിലേക്ക്, നമ്മുടെ ആകാശത്തേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഗ്ലാസ് റൂഫിംഗ് ആണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് കോട്ട്സ് ആണ്. ഈ കാണുന്നതും വാളിൽ കൊടുത്തിരിക്കുന്ന ഒക്കെ കോട്ട്സ് ആണ്. നമുക്ക് നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് കിച്ചണിൽ വെച്ചിരിക്കുന്നത്. എല്ലാ കോർണേഴ്സിലും നമുക്ക് അത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടാണ് ഈ ഒരു ഭാഗം പുറത്തോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്ത് ഈ ഭാഗത്താണ് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നത്. മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് WPC ആണ്. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഷട്ടേഴ്സ് ആയിട്ട് നൽകിയിരിക്കുന്നത് ലാക്വേർഡ് ഗ്ലാസ് ആണ്. ക്യാപ്പുച്ചിനോ കളർ എന്നാട്ടോ ഇത്തരം കളറിനെ വിളിക്കുക. അത്യാവശ്യം ഒരുപാട് വീട്ടിൽ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള, ചെയ്ത് കഴിഞ്ഞാലും ലൈറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നല്ല വൃത്തി തോന്നുന്ന കളറാണ് ഈ ഒരു ക്യാപ്പുച്ചിനോ കളർ എന്ന് പറയുന്നത്. മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു മിൽക്കി വൈറ്റിൽ വരുന്ന ലാക്വേർഡ് ഗ്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ചില ഭാഗങ്ങൾ ഇതേപോലെ ഓപ്പൺ ഷട്ടേഴ്സ്, അതിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിനകത്ത് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടെ ഉണ്ട്. അവിടെയാണ് ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഒരു സമയമായതുകൊണ്ട് ഉച്ച സമയത്താണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വർക്ക് ഏരിയയിലേക്ക് ക്യാമറയും കൊണ്ട് കയറി ചെല്ലുന്നില്ല. അപ്സ്റ്റെയർത്തെ വിശേഷങ്ങൾ ഇനി നമുക്കൊന്ന് കാണാം. ഇനി സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മുകളിൽ ഇതേപോലെ ഒരു വുഡൻ ക്യാപ്പ് നൽകിയിട്ടുണ്ട്. ടഫൻഡ് ആയിട്ടുള്ള ഗ്ലാസ് ആട്ടോ രണ്ട് ഭാഗത്ത് നൽകിയിരിക്കുന്നത്. നല്ല രസത്തിലാണ് ആ സ്റ്റെയർ കേസിൻ്റെ അലൈൻമെൻറ്റ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലാണ്. വളരെ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് റൂഫിൻ്റെ ഭാഗത്ത് നിന്ന് GI ഫ്രെയിമിനകത്തു നിന്നാണ് ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് താഴോട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ രണ്ട് വലിയ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. റോമൻ ബ്ലൈൻഡ്സ് ആണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ പെയിൻറ്റിംഗ് ആട്ടോ ഈ ഒരു വാളിൽ മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത്. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊരു വാളായതുകൊണ്ട് അവിടെ ടെക്സ്ചർ പെയിൻറ്റിങ് നൽകിയിരിക്കുകയാണ്. സ്റ്റെയർ കേസ് കയറി നമ്മൾ വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു സോഫ സീറ്ററാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ രണ്ട് ആം ചെയർസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഈ ഇടത് ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതിൻ്റെ ഡോറാണ് ഈ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡിസൈൻ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടുവരാം. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് പോലെ കിങ് സൈസിലുള്ള ഒരു ബെഡാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കുഷൻ കവേർഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. വാൾ പാനലിംഗിലേക്ക് വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് WPC ലൂവറാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ലാമിനേറ്റ് ആണ്. ആ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു മാർബിൾ ഫിനിഷ് വരുന്ന ലാമിനേറ്റ്, അതിനിടയിൽ തന്നെ ഒരു അക്രിലിക് ബീഡിങ് കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് പറയുകയാണെങ്കിൽ 12x13 റൂം സൈസ് വരുന്നത്. തൊട്ടടുത്ത് ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന 4 ഡോറുള്ള വാർഡ്രോബാണ് ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേരെ മുന്നിലാണ്. ടോയ്ലറ്റുകളൊക്കെ സിമിലർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു അറ്റാച്ച്ഡ് ബാൽക്കണി കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മോർണിംഗ് ഒക്കെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിലേക്കുള്ള നല്ലൊരു വിഷ്വൽ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള
നമുക്കൊരു വൈബോട് കൂടെ രാവിലെ ഉണരാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാൽക്കണിയുടെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. സോ ഈ വീട് പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്ന് എടുത്ത് പറയാം. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഒന്ന്, ഈ ഒരു വീട് പൊതുവെ ഒരു ഓപ്പൺ സ്റ്റൈലിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ സ്പേസിങ് ആണ്, ഡൈനിങ്ങിനാണെങ്കിലും ബെഡ്റൂമിനൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ വരുന്ന സമയത്ത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ടാണോ അവിടുത്തെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കൊണ്ടാണോ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് പോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് വാബിസാബിയുടെ ആ ഒരു ഡിസൈന് കൂടെ അതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ലക്ഷറി ഫിനിഷ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി എലമെന്റുകൾ നമുക്ക് വാളിൽ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ലക്ഷറി ഫിനിഷിലേക്ക് വരുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമന്റിൽ ഒന്ന് അടയാളപ്പെടുത്താം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓഡിയൻസിന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പിടിച്ചിരുത്തിയതിൻ്റെ ഒരു ഉദ്ദേശം. പൊതുവേ നിങ്ങൾ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ മാത്രമാണോ, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്, ഫ്ലാറ്റ്, കൊമേഴ്ഷ്യൽ ഇങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ എടുക്കുമോ? നമുക്ക് നോർമലി വരുന്ന വർക്കുകളിലൊരു 90% വർക്കുകളും റെസിഡൻഷ്യൽ വർക്കുകളാണ്, വീടുകൾ തന്നെയാണ്. പിന്നെ കുറച്ച് ഫ്ലാറ്റുകൾ വരുന്നുണ്ട്. കമേഴ്ഷ്യൽ വർക്കുകൾ അധികം വരലില്ല. ആളുകൾ താമസിക്കുന്ന റെസിഡൻസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാർട്ട്മെന്റ്സ്, ഫ്ലാറ്റ്, വീടുകൾ ഇതൊക്കെ നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഇതിനിങ്ങനെ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ഒക്കെ തിരിച്ചിട്ടുണ്ടോ? ഇത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് മാത്രമേ നിങ്ങൾ എടുക്കുകയുള്ളൂ, അല്ല ഇത്ര ബഡ്ജറ്റിന്റെ പ്രൊജക്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എങ്കിലും നമ്മളിലോട്ട് വരുന്നത് ഒരു പക്ഷേ നമ്മൾ കൂടുതൽ വർക്കുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വലിയ പ്രൊജക്റ്റുകളായതുകൊണ്ട് അത്തരം പ്രൊജക്റ്റുകൾ വരുന്നതേ ഉള്ളൂ. എല്ലാ പ്രൊജക്റ്റും നമ്മൾ ചെയ്യും. കേരളത്തിലെ എല്ലാ ഭാഗത്തും നിങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ്? അതെ, നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രൊജക്റ്റുകൾ ഓൺ ഗോയിങ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലബാർ ഭാഗത്താണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ജില്ലകൾ മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ, അവിടെയാണ് നമ്മുടെ മെയിൻ മാർക്കറ്റ്. എസ്പെഷ്യലി കണ്ണൂരിൽ ഇപ്പോൾ നമ്മുടെ പാനൂരൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5-6 പ്രൊജക്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം തന്നെ ഹൗസ് വാമിങ്ങുള്ള പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട്, മലപ്പുറത്തു നിന്നൊക്കെ നിങ്ങളെ വിളിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ പോയിട്ടൊന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും? തീർച്ചയായിട്ടും. നമ്മളുടെ ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളിലും കാണാം. അതെല്ലാം പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം. എല്ലാം നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള ആളുകൾ തന്നെയാണ്, എസ്പെഷ്യലി കണ്ണൂരുള്ളവർ. അപ്പോൾ നമുക്ക് ഏത് പ്രൊജക്റ്റ് എപ്പോൾ വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട്, പലരും വിദേശത്തായതുകൊണ്ട് അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഷിയാസ്ക. ഷിയാസ്കയെ ആളുകൾ ഒരുപാട് അറിയുന്നുണ്ടാവും. ഷിയാസ്കയിലേക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഷിയാസ്കനെ കോൺടാക്ട് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നോർമലി നമുക്ക് വരുന്ന കോൾസ് നമ്മുടെ പ്രൊമോഷൻസും പല രീതിയിലുള്ള പ്രൊമോഷൻസ് കണ്ടിട്ട് തന്നെയാണ് കോൾസ് വരുന്നത്. ഒരു പക്ഷേ ഫസ്റ്റ് ഓഫീസിലോ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റിക്വയർമെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വർക്ക് ഏത് സ്റ്റേജിലാണ് നമ്മളിലേക്ക് എത്തുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എസ്പെഷ്യലി ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ പ്ലാസ്റ്ററിങ്ങിന് മുൻപെങ്കിലും നിങ്ങളൊരു ഇൻറ്റീരിയർ ഡിസൈനറുമായിട്ട് ഒരു ഫേമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ്. എന്തിനാ പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്ത് തന്നെ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ കാണണമെന്ന് പറയുന്നതിൻ്റെ കാര്യം? അതെ, നമ്മൾ പലപ്പോഴും ചില കോളുകൾ വരുമ്പോൾ ഷെസ്ക നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞു, ഇനി നിങ്ങളുടെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല പൊസിഷൻസ് മാറ്റങ്ങൾ വരും. ഐ മീൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഹെഡ് ബോർഡിൻ്റെ പൊസിഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ സ്വിച്ച് ബോർഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കില്ല കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഈവൻ കിച്ചണിൽ പോകുമ്പോൾ കിച്ചണിൻ്റെ അറേഞ്ച്മെൻറ്റിന് നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിനാണെങ്കിലും വാഷിംഗ് മെഷീനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ടോൾ യൂണിറ്റുകളുണ്ടായിരിക്കും. ആ ടോൾ യൂണിറ്റിലൊക്കെ ലൈറ്റുകൾ വരണം ആയിരിക്കാം. അത്തരം കാര്യങ്ങൾ, അതുപോലെ സ്ട്രിപ്പ് ലൈറ്റുകൾ, പല കാര്യങ്ങളും. ഈവൻ നമ്മളിപ്പോൾ മൊത്തം ഇലക്ട്രിക്കൽ ലേഔട്ട് നമ്മൾ കൊടുക്കുക. ഇന്റീരിയർ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ആ ഡിസൈനിന് ശേഷം ഇന്റീരിയർ ഇലക്ട്രിക്കൽ ഡിസൈനും കൂടി ഇലക്ട്രിക്കൽ ഡ്രോയിങ് കൂടി നമ്മൾ കൊടുക്കും. അപ്പോൾ അതിനെ മെർജ് ചെയ്തിട്ട് ചെയ്യാതെ പിന്നീടുള്ള ഒരു കുത്തിപ്പൊളിയും കാര്യങ്ങളും നമുക്ക് ആവശ്യം വരില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നമ്മുടെ സൈറ്റിലേക്കൊക്കെ വന്നിട്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടാണോ ഡിസൈൻ തരിക? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത് നമുക്കൊന്ന്? അതെ, നമ്മളിവിടെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നിങ്ങളുടെ റിക്വയർമെന്റ്സ് എല്ലാം കേട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. സൈറ്റ് വിസിറ്റ് ചെയ്ത് ആസ് പെർ സൈറ്റ് പ്രകാരമായിരിക്കും നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിസൈൻ എന്താണ് അത് തന്നെ ആയിരിക്കും നമ്മുടെ ഔട്ടായിട്ട് വരുന്നത്. അപ്പോൾ പിന്നീട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ
അതിൻ്റെ ഭാഗത്തുണ്ടായിരിക്കില്ല. ഡിസൈനിൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ട് ഡിസൈൻ ലോക്ക് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. യെസ്, ഇവരുടെ വേറൊരു പ്രത്യേകത കേട്ടോ, ഫാസ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, അതായത് ഫാസ്റ്റ് ആയിട്ട് പരിപാടികൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആ ഒരു ടൈം ഷെഡ്യൂളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും? അതെ, അതിൻ്റെ മെയിൻ റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്ന ക്ലയൻസിൽ ഒരു 90% പ്രവാസികളായിരിക്കും. അപ്പോൾ അവർക്കൊരു ടൈം ഉണ്ടായിരിക്കും, വെക്കേഷൻ്റെ ടൈമിൽ വരുന്ന സമയമായിരിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ എല്ലാം ഫാക്ടറി മെയ്ഡാണ്. 90% വർക്ക് നമ്മൾ ചെയ്യുന്നത് ഫാക്ടറിയിലാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ കഴിഞ്ഞു, ഡ്രോയിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാക്ടറിയിലേക്ക് നമ്മൾ മെറ്റീരിയൽ സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഫാക്ടറിയിൽ തുടങ്ങി കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നമ്മൾ പ്രസ്സിങ്, കട്ടിങ്, എഡ്ജ് ബാൻഡിങ്, മൾട്ടി ബോറിങ് അടക്കം കഴിഞ്ഞ് 1 by 1 ആയി പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റലേഷൻ മാത്രമേ വരുന്നുള്ളൂ. കൈകൊണ്ട് ചെയ്യുന്ന ചെറിയ പാനലിംഗ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. അതല്ലാത്ത യൂണിറ്റുകൾ കംപ്ലീറ്റ് നമ്മളിവിടെ ചെയ്ത് കൊണ്ടുപോകാണ് ചെയ്യുക. അപ്പോൾ വർക്കിൻ്റെ ഫിനിഷിങ്ങിലും അപ്പോൾ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബർ ആണെങ്കിലും കൈകൊണ്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. മെഷീൻ കൊണ്ട് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും നമുക്ക് കൈകൊണ്ട് 100% പറയാൻ പറ്റില്ല. മെഷീൻ ആകുമ്പോൾ നമ്മൾ കമൻറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഈവൻ എഡ്ജ്മെൻ്റ് ആണെങ്കിലും ബോറിംഗ് ആണെങ്കിലും എല്ലാതും പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് ഇൻസ്റ്റലേഷൻ അതിൽ വേറെ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം നമുക്ക് പറയുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. പറ്റുന്ന സമയം നമ്മൾ ഏറ്റെടുക്കുള്ളൂ. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു ഫാക്ടറി? ഇപ്പം ഫാക്ടറി 3500 സ്ക്വയർ ഫീറ്റ്. 3500 സ്ക്വയർ ഫീറ്റിലാണ്. ഇത് അത്യാവശ്യം എല്ലാ എക്യുപ്മെന്റ്സും ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സോഫ, ഈ ആംചെയർ, ഈവൻ ഈ കോഫി ടേബിൾ പോലും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അതിനുള്ള ഒരു യൂണിറ്റ് കൂടി സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ലെതർ, അതിന് പല ക്വാളിറ്റീസ് ഉണ്ട്. ആ ഒരു ക്വാളിറ്റീസ് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വളരെ വൈഡ് ആയിട്ടുള്ള കാറ്റലോഗ്സ് നമ്മളിലുണ്ട്. അപ്പോൾ ഈ കാറ്റലോഗ്സ് എല്ലാം അടക്കമാണ് നമ്മൾ കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയില്ല. അപ്പോൾ തൊട്ട് നോക്കിയിട്ട് എന്തിനൊക്കെ നമുക്ക് ഫോട്ടോയിൽ ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്ത് ഇതിന് ഇന്നതാണ് അതിൻ്റെ ഗുണങ്ങൾ വരുന്നത്, അതിൻ്റെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടാണ് അതിൽ ലോക്ക് ചെയ്യുന്നത്. പിന്നീടുള്ള നമ്മൾ എന്താണോ നമ്മുടെ ഡിക്റ്റോ 3D അത് തന്നെ ആയിരിക്കും നമ്മൾ ഔട്ടായിട്ട് വരുന്നത്. സോ ഏത് തരത്തിലുള്ള വീടുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഇന്റീരിയർ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ നിങ്ങളുടെ സ്കോപ്പിൽ വരും? ഇതേപോലെ മുഴുവൻ ഡിസൈനിങ്, അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ, സ്റ്റെയർ കേസ് ഒക്കെ നിങ്ങൾ ഇതിൽ വരുമ്പോൾ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ പറയാന്നുണ്ടെങ്കിൽ ഒരു കട്ടിൽ, വാർഡ്രോബ്, സൈഡ് ടേബിൾ, ഡ്രസ്സിംഗ് ടേബിൾ, അതിൽ വരുന്ന മിറർ, പിന്നെ ജിപ്സം സീലിംഗ് ഉണ്ടെങ്കിൽ അത്, ഈവൻ കേർട്ടൻസ് അതും നമ്മളിൽ വരും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഫേർണിച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. ഡൈനിങ് ടേബിൾ ചെയ്യുന്നില്ല, ഡൈനിങ്ങിൻ്റെ ചെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്റ്റെയർ നമ്മൾ ചെയ്യുന്നുണ്ട്. ടെക്സ്ചർ പെയിന്റ് ചെയ്യുന്നുണ്ട്. നോർമൽ ഇന്റീരിയറിലേക്ക് വേണ്ട ഒരുവിധം കിച്ചണടക്കം എല്ലാ കിച്ചണാണ് നമ്മുടെ മെയിൻ. മോഡുലാർ കിച്ചണാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങളുടെ ഒരു ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ അല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എൻ്റെ മോഡുലാർ കിച്ചൺ തന്നെയാണ്. എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓഫീസ് നമ്പേഴ്സും കാര്യങ്ങളും ഓഫീസിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകാം. വാബി സാബി ഇൻറ്റീരിയേഴ്സിനെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു നമ്പർ യൂസ് ചെയ്തിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഓഫീസിലല്ലേ കണക്ട് ആവുക അല്ലേ? ഓഫീസിൽ കണക്ട് ആയിട്ട് നിങ്ങളുടെ പർപ്പസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെ നിങ്ങളെ തിരിച്ച് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കൂടെ ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്യുന്ന വർക്കുകളെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.